അയ്യോ, പാറുവെങ്ങനും ഡോക്ടറെ കണ്ട ആകെ കുഴപ്പമാവുമല്ലോ. രവിയങ്കിൾ, രവിയങ്കിൾ, സിദ്ധു സിദ്ധു എവിടെ? അങ്കിളിന് എന്നെ മനസ്സിലായില്ലേ? ഞാൻ പാർവതിയാ. സിദ്ധുവിന്റെ കൂടെ വന്ന് ഞാൻ അങ്കിളിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, സോറി. അങ്കിളെ, എന്നെ ശരിക്കും മനസ്സിലായില്ലേ? ഞാൻ സിദ്ധുവിനെ അന്വേഷിച്ച് കുറെ നടന്നു, കാണുന്നില്ല. സിദ്ധു എവിടെയാണെന്ന് ഒന്ന് പറയൂ അങ്കിളെ. എനിക്കറിയില്ല അവൻ എവിടെയാണെന്ന്. അങ്കിളെ, അങ്കിളെ പ്ലീസ്. സിദ്ധുവിനെ അന്വേഷിച്ച് കുറെ ഞാൻ അലഞ്ഞു, കണ്ടില്ല. മംഗളദേവി ക്ഷേത്രത്തിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം നടക്കേണ്ടതായിരുന്നു. അവിടെ എന്നോട് വരാൻ സിദ്ധു തന്നെയാ പറഞ്ഞത്. ഞാൻ ചെന്നു, പക്ഷെ സിദ്ധു വന്നില്ല. അതിനുശേഷം ഇന്നുവരെ എനിക്ക് സിദ്ധുവിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മാസം എത്രയെന്നറിയോ ഞാനിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവൻ എവിടെയുള്ളത്? അങ്കിളെ, എനിക്ക് അവനൊന്ന് കണ്ടാൽ മാത്രം മതി, ഒന്ന് സംസാരിച്ചാൽ മാത്രം മതി. വീട്ടിലുണ്ടോ അവൻ? ഒന്ന് പറയങ്കിളെ. ഞാൻ പറഞ്ഞില്ലേ അവനെ കുറിച്ച് എനിക്ക് അറിയില്ലെന്ന്. കള്ളം കള്ളം അങ്കിള് പറയുന്നേ. അങ്കിളിന് അറിയാം സിദ്ധു എവിടെയാണെന്ന്. നിങ്ങൾ എല്ലാരും കൂടി അവനെ ഒളിപ്പിച്ചു വെച്ചേക്കോ, എനിക്കറിയാം. സിദ്ധു എവിടെയെന്ന് പറയാതെ അങ്കിളിനെ ഞാൻ എവിടേക്കും വിടില്ല. പ്ലീസ് അങ്കിൾ, സിദ്ധു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തോണ്ട. മതി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലെന്ന്. അവൻ എവിടെയാണെന്നും അറിയില്ല. പാർവതി ഇനി അവനെ തിരക്കണ്ട. അവൻ വരാന്ന് പറഞ്ഞിട്ട് വരാത്തത് മനഃപൂർവ്വ. അവൻ നിന്നെ ചതിച്ചതാ.